നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം കുട്ടികൾക്കുള്ള ഒരുപാട് സംശയങ്ങളുടെ മറുപടിയാണ് ഈ വീഡിയോ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും പങ്കെടുക്കുമ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും പുതിയ കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുകയില്ല. മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ചതിന് ശേഷം ടോക്കൺ ഫീസ് അടച്ച് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുകയും രണ്ടാമത്തെ അലോട്ട്മെന്റിലെ കോളേജ് നിലനിൽക്കുകയും ചെയ്യും. അതിനുശേഷം മൂന്നാമത്തെ അലോട്ട്മെന്റിലും പങ്കെടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പുതിയ കോളേജ് ലഭിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെന്റിലെ കോളേജ് നഷ്ടപ്പെടും. മൂന്നാമത് ലഭിച്ച കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. രണ്ടാമത്തെ അലോട്ട്മെന്റിലും മൂന്നാമത്തെ അലോട്ട്മെന്റിലും കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജിൽ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യാം. അലോട്ട്മെന്റ് കിട്ടാത്തവർ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട. ഏത് അലോട്ട്മെന്റിലാണോ കോളേജ് ലഭിക്കുന്നത് ആ സമയത്ത് മാത്രം ടോക്കൺ ഫീസ് അടച്ചാൽ മതി. ആദ്യത്തെ അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ പുതിയതായിട്ട് കോളേജ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം അടച്ച ടോക്കൺ ഫീസ് പുതിയതായിട്ട് ലഭിക്കുന്ന കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊള്ളും. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം തുടർന്നുള്ള അലോട്ട്മെന്റുകളിലെല്ലാം പങ്കെടുക്കുമ്പോൾ താല്പര്യമുള്ള കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കേണ്ട എങ്കിൽ ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. അതിനുവേണ്ടി LBSന്റെ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ടോക്കൺ ഫീസ് റീഫണ്ടിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യേണ്ടത്. ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ തുടങ്ങുന്ന സമയത്ത് LBSന്റെ വെബ്സൈറ്റിൽ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. എത്ര രൂപയാണോ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കുന്നത് ആ തുക മുഴുവനും റീഫണ്ട് ചെയ്ത് കിട്ടും. മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവനും അടയ്ക്കണം. ഹോസ്റ്റൽ ഫീസ് മാത്രമാണ് പിന്നീട് നൽകേണ്ടതായിട്ടുള്ളത്. ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷം മാർച്ച് നൽകിയാൽ മതിയാകും. അതുകൊണ്ട് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകേണ്ട ഫസ്റ്റ് ഇയറിലെ ഫീസ് നിങ്ങൾ കരുതി വെക്കണം. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ 1000 രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റും നൽകണം. അത് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. ജനറൽ, OBC, EWC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഗ്രാൻസ് സ്കോളർഷിപ്പാണ് അവർക്ക് ലഭിക്കുന്നത്. ജനറൽ, OBC, EWC വിഭാഗത്തിൽപ്പെട്ടവർ സ്പെഷ്യൽ ഫീസായിട്ട് 23,300 രൂപയും ട്യൂഷൻ ഫീസായിട്ട് 73,025 രൂപയുമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നൽകേണ്ടത്. കോഷൻ ഡിപ്പോസിറ്റ് 10,000 രൂപയും നൽകണം. അതുകൂടാതെ ടെക്സ്റ്റ്, യൂണിഫോം, ഹോസ്റ്റൽ ഫീസ് എന്നിവയുടെയെല്ലാം ഫീസുകൾ സെപ്പറേറ്റ് ആണ്. LBS വഴി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ 1000 രൂപ ടോക്കൺ ഫീസ് മാത്രം അടച്ചാൽ മതി. മറ്റു ഫീസുകളൊന്നും നൽകേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന OBC, ജനറൽ, EWC വിഭാഗത്തിൽപ്പെട്ടവർ 23,170 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോഷൻ ഡിപ്പോസിറ്റും നൽകണം. ടെക്സ്റ്റ്, യൂണിഫോം എന്നിവയുടെ ഫീസുകളും സെപ്പറേറ്റ് ആണ്. മൂന്നാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു കഴിയുമ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള 1, 2, 3 അലോട്ട്മെന്റുകളിൽ കോളേജ് ലഭിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ പ്രൊഫൈൽ പേജിൽ അലോട്ട്മെന്റ് മെമ്മോ വരുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അലോട്ട്മെന്റ് മെമ്മോയും കൊണ്ടുപോകണം. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവനും നൽകേണ്ടതായിട്ടുണ്ട്. ഹോസ്റ്റൽ ഫീസ് ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷം മാത്രം നൽകിയാൽ മതി. 25,000 രൂപ ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ള എല്ലാവരും ആ തുക കുറച്ചതിന് ശേഷമുള്ള തുകയാണ് ഫസ്റ്റ് ഇയറിലെ ഫീസായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകേണ്ടത്. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. OBC, ജനറൽ, EWC വിഭാഗത്തിൽ ഉള്ളവർക്ക് ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.